السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وحده لا نبي بعده والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വളരെ മഹത്തായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടുന്ന മാസങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹത്തായ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. നമ്മിലേക്ക് വരാനിരിക്കുന്ന മാസങ്ങളുടെ നേതാവാകുന്ന റമദാനു ശരീഫിനെ വിളിച്ചോതിക്കൊണ്ട് അതിനെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മെ ഒന്ന് ഉണർത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ മാസം വലിയ ബർക്കത്തിൻ്റെയും റഹ്മത്തിൻ്റെയും മാസമാണ്. റജബ് എന്ന് പറയുന്ന ആ വേർഡിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്, 3 ഹർഫുകളാണ്. ഒന്ന് റാ, മറ്റൊന്ന് ജീമ്, മറ്റൊന്ന് ബാ, അല്ലേ? ഈ 3 അക്ഷരങ്ങൾ 3 കാര്യങ്ങളിലേക്കുള്ള സൂചനകളുണ്ട് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഒന്ന് റാ ആണ്. ആ റാ സൂചിപ്പിക്കുന്നത്, സൂചന നൽകുന്നത് റഹ്മത്തുല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ അതിന് സൂചന നൽകുന്നുണ്ട് റാ. അതുപോലെ ജീം ജൂദുള്ള, അള്ളാഹുവിൽ നിന്നുള്ള ധർമ്മം. അള്ളാഹു തആല ധർമ്മം ചെയ്യുന്നവനാണ്, എല്ലാം തൻ്റെ അടിമകൾക്ക് കൊടുക്കുന്നവനാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ജീം. 3-ാമത്തെ അക്ഷരമാകുന്ന ബാ, ബിർറുള്ള, അള്ളാഹുവിൽ നിന്നുള്ള ഗുണം, നന്മ, ഇതിനെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ റജബ് മാസത്തിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് റജബിൻ്റെ തുടക്കം മുതൽക്ക് അവൻ്റെ റഹ്മത്തും അവനിൽ നിന്നുള്ള ജൂദും അവനിൽ നിന്നുള്ള ബിർറും നന്മയും ഇത് അടിമകൾക്ക് അള്ളാഹു നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ, അള്ളാഹുവിനോട് ആരൊക്കെ റഹ്മത്ത് ചോദിക്കുന്നുവോ, ആരൊക്കെ അള്ളാഹുവിൽ നിന്ന് നന്മ ആശിക്കുന്നുവോ, ആരെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഐശ്വര്യവും അവൻ്റെ ധർമ്മവും കടന്നു വരണമെന്ന് കൊതിക്കുന്നുണ്ടോ, അതിനു വേണ്ടി ആരൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ, അവർക്കൊക്കെയും ഈ മാസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇതെല്ലാം അള്ളാഹു തആല നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ മാസത്തിൽ നാം അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇദാ ദഖല റജബുൻ യഖൂൽ, പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ, റജബ് മാസം പിറന്നാൽ ഹബീബായ തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. നാം ഒക്കെയും ആ ദുആ ചെയ്യേണ്ടവരാണ്, ചെയ്യുന്നവരായി മാറണം. അള്ളാഹുവിൻ്റെ ഹബീബ് റജബ് മാസം കടന്നു വന്നാൽ അവിടുന്ന് ദുആ ചെയ്യുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്, അല്ലേ? ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ശഅബാനിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, പരിശുദ്ധ റമളാനു ശരീഫിനെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ എന്ന പ്രാർത്ഥന ഹബീബായ തങ്ങൾ റജബ് മാസം കടന്നു വന്നാൽ ദുആ ചെയ്യാറുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ്? റജബിൽ അള്ളാഹു തൻ്റെ അടിമകൾക്ക് ഒരുപാട് റഹ്മത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ബറക്കത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് വേണം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ കാരുണ്യവും അവൻ്റെ ഗുണവും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കുള്ള സമ്പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അത് നമുക്കൊരിക്കലും ഉപയോഗപ്പെടുത്താൻ കഴിയുകയില്ല. കുറേ പണമുണ്ടായി എന്ന് കരുതിയിട്ട് അതിൽ ആ പണത്തിൽ അള്ളാഹു നൽകുന്ന സമ്പത്തിൽ നമുക്ക് റഹ്മത്തില്ലെങ്കിൽ, ബറക്കത്തില്ല എങ്കിൽ ആ പണം നമുക്കൊരിക്കലും ഉപകാരം ചെയ്യുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അവന് മാരകമായ രോഗം പിടിപെട്ടു. ആ രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ വലിയ ലക്ഷങ്ങൾ അവന് മുടക്കേണ്ടതുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെന്റിനും ഇഞ്ചക്ഷനും മറ്റുള്ള മരുന്നുകൾക്കുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ അവൻ കൊടുക്കേണ്ടതുണ്ട്. അവന് കിട്ടിയ പണം മുഴുവനും ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവന് പണമുണ്ടായിട്ട് എന്ത് കാര്യമാണ് ഉള്ളതല്ലേ? അതേ സമയത്ത് ഒരാൾക്ക് കൂടുതൽ പണമൊന്നുമില്ല, അത്യാവശ്യം തൻ്റെ കാര്യങ്ങൾക്കുള്ള പണമേ ഉള്ളൂ, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇവിടെ ഈ രണ്ട് ടീമിൽ, ഈ രണ്ട് വിഭാഗമുള്ള ആളുകളിൽ നാം ഒക്കെ ആശിക്കുന്നത് ആരെയാണ്? കുറേ പണമുണ്ടായിട്ട് ആ പണം കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അനാവശ്യമായ വിഷയങ്ങളിൽ ചെലവഴിക്കാനുള്ള ആ ഒരു വിഷയമാണോ? അല്ല. എന്താണ് പിന്നെ? കുറേ പണമില്ലെങ്കിലും രോഗങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ ആരോഗ്യത്തോടുകൂടിയുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമുക്ക് കുറെ പണമുണ്ട് എന്ന് കരുതിയത് കൊണ്ട് കാര്യമില്ല. ആ പണത്തിൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യണം സഹോദരങ്ങളെ, ബറക്കത്തുണ്ടായിരിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ നമ്മൾ റഹ്മത്ത് ചോദിക്കണം, ബറക്കത്ത് ചോദിക്കണം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബറക്കത്ത് വേണം, നമ്മുടെ വീടുകളിൽ നമുക്ക് ബറക്കത്ത് വേണം, നമ്മുടെ ഭാര്യമാരിൽ നമുക്ക് ബറക്കത്ത് വേണം, മാതാപിതാക്കളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ ഇടങ്ങളിൽ, നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് റഹ്മത്തും ബറക്കത്തും വേണം. അപ്പോഴേ അതിൽ നമുക്ക് ഉപയോഗമുള്ളൂ, ഉപകാരമുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, പരിശുദ്ധ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ റമളാൻ ശരീഫിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എന്ന മഹത്തായ പ്രാർത്ഥന ഹബീബായ തങ്ങൾ ഈ മാസത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ, അല്ലേ? അതൊരു ഭാഗ്യമാണ്. റമളാൻ ഷരീഫിനെ സ്വീകരിക്കാൻ ഒരാൾക്ക് തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമാണല്ലോ, വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ഒരു തൗഫീഖ്, നമ്മുടെ ആയുസ്സ റമളാൻ ഷരീഫിനെ സ്വീകരിക്കാൻ നമുക്ക് നീട്ടിക്കിട്ടണം. അതിനു വേണ്ടിയിട്ട് നാം ഈ മാസത്തിൽ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാര് പറയുന്നു, റജബുൻ ശഹ്റുത് തൗബ, റജബ് മാസം അത് തൗബയുടെ മാസമാകുന്നു. ശഅബാൻ ശഹ്റുൽ മഹബ്ബ, ശഅബാൻ മാസം മഹബ്ബത്തിന്റെ മാസമാകുന്നു. റമളാൻ ശഹ്റുൽ ഖുർബ, റമളാൻ മാസം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാസമാണ്. അപ്പൊ തൗബ ചെയ്യേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ മഹാന്മാർ റജബിനെ കുറിച്ച് കൊണ്ട് പറയുകയാണ്, റജബുൻ ശഹ്റുസ് സറഅ്, റജബ് മാസം എന്ന് പറയുന്നത് അത് കൃഷി ചെയ്യേണ്ടുന്ന മാസമാണ് എന്നാണ്. ഈ മാസം കൃഷി ഇറക്കേണ്ടുന്ന മാസമാണ്. ശഅബാൻ മാസം ആ കൃഷിക്ക് നമ്മൾ നനവ് കൊടുക്കേണ്ടുന്ന, വിളവ് കൊടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ വളം കൊടുക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ മാസം. റമളാൻ മാസമോ ആ വിളവെല്ലാം ഉഷാറായി വളർന്നു വന്ന് അതിലുണ്ടാകുന്ന ഫലം നാം കൊയ്തെടുക്കേണ്ടുന്ന, മുറിച്ചെടുക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ ഷരീഫ് എന്ന് പറഞ്ഞാൽ. ഓരോ മാസത്തിലും അല്ലേ കൃഷി ചെയ്യാൻ പറ്റുന്ന മാസങ്ങളുണ്ട്.
ആ മാസത്തിൽ കൃഷിയുടെ വിത്ത് ഇറക്കണം. വയലിലും പാടങ്ങളിലുമൊക്കെ കൃഷി ഇറക്കുന്ന കൃഷി ചെയ്യുന്ന കർഷകരുണ്ടാകും. അവർക്കറിയാം ഏത് മാസത്തിലാണ് ഏത് സമയങ്ങളിലാണ് കൃഷി ഇറക്കേണ്ടതെന്ന്. ആ സമയത്ത് ആ കൃഷി ഇറക്കണം. അതിന് നനച്ചു കൊടുക്കേണ്ടുന്ന സമയത്ത് നനച്ചു കൊടുക്കണം. അതിന് വളം കൊടുക്കേണ്ടുന്ന സമയത്ത് വളം കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നല്ല രൂപത്തിൽ പരിപാലനം ചെയ്തെങ്കിൽ മാത്രമേ അത് കൊയ്തെടുക്കേണ്ടുന്ന മുറിച്ചെടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ അതിൽ ഫലമുണ്ടാവുകയുള്ളൂ. അതേ സമയത്ത് ആ വിത്ത് ഇറക്കേണ്ടുന്ന മാസത്തിൽ ഇറക്കിയില്ല എങ്കിൽ, അതിന് കൊടുക്കേണ്ടുന്ന വിളകളൊക്കെ നമ്മൾ കൊടുത്തില്ല എങ്കിൽ അവസാനം നാം അത് മുറിച്ചെടുക്കേണ്ട സമയത്ത് അതിൽ ഒന്നും ഉണ്ടാവുകയില്ല, ശൂന്യമായിരിക്കും. എന്നതുപോലെയാണ് മഹാന്മാർ റജബ് മാസത്തിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ റജബ് മാസം നാം കൃഷി ഇറക്കേണ്ടുന്ന മാസമാണ്. ഏതാണ് കൃഷി സഹോദരങ്ങളെ? ഏത് കൃഷിയാണ് ഈ റജബിൽ ഞാനും നിങ്ങളും ഇറക്കേണ്ടത്? അത് ഇബാദത്താകുന്ന കൃഷിയാണ്. അല്ലാഹുവിന് ആരാധന ചെയ്യേണ്ടുന്ന കൃഷിയാകുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനും അല്ലാഹ് പടച്ചിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നാം ഇറക്കേണ്ടുന്ന കൃഷി അത് ഇബാദത്താകുന്ന കൃഷിയാണ്. അതേ പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്, ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലലാണ്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. ഇങ്ങനെ ഏതൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ചെയ്ത് ശീലിക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ഈ മാസത്തിൽ നാം അത് ഇറക്കിയെങ്കിൽ മാത്രമേ റമളാൻ മാസം വരുമ്പോൾ നമുക്ക് പ്രയാസമില്ലാതെ നല്ല രൂപത്തിൽ നമുക്ക് ആ കൃഷികളൊക്കെ നല്ല രൂപത്തിൽ നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. റമളാൻ വരട്ടെ എന്നിട്ട് ആവാം അല്ലെ. റമളാൻ വന്നതിന് ശേഷം നമുക്ക് ഖുർആനോത്ത് തുടങ്ങാം, ദിക്ർ ചൊല്ലാം, പള്ളിയിൽ പോകൽ തുടങ്ങാം, ജമാഅത്തിൽ പങ്കെടുക്കൽ തുടങ്ങാം. റമളാൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും സാധ്യമല്ല. റമളാൻ വന്നാൽ അവനെ കൊണ്ട് ഇതൊന്നും വേണ്ടുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയൂല. 1-2 ദിവസം ഏറിപ്പോയാൽ ഒരാഴ്ച അവൻ ചെയ്യും അല്ലെ. പല ആളുകളെ നമുക്ക് കാണാം, റമളാൻ മാസം വരുന്ന സമയത്ത് ഒരാഴ്ച അവർ വളരെ സജീവമായിരിക്കും. പള്ളിയിൽ കൃത്യമായി 5 വക്ത് ജമാഅത്തിനുണ്ടാകും, തറാവീഹിന് മുന്നിലുള്ള സുഫിൽ തന്നെ അവരുണ്ടാകും, സുബഹിയുടെ ജമാഅത്തിനുണ്ടാകും, ഖുർആൻ പാരായണത്തിനുണ്ടാകും, നല്ല കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷേ അത് കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഒരാഴ്ച മിനിമം ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ബല്ലെ അതിൽ നിന്നൊക്കെ പിറകോട്ട് പോകും. പിന്നെ അവന് വേണ്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? മഹാന്മാർ പഠിപ്പിക്കുന്നു, ആ റമളാൻ ശരീഫ് വരുന്നതിന്റെ മുമ്പുള്ള 2 മാസങ്ങളിൽ നാം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തണം. അപ്പോഴേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഫുട്ബോൾ കളി നടക്കുമ്പോൾ കണ്ടില്ലേ, നമുക്കറിയാം, ആ കളി നന്നായിട്ട് നടക്കുന്ന സമയത്ത് ഒരാളെ പെട്ടെന്ന് അതിലേക്ക് പിടിച്ചിറക്കിയിട്ട് കളിച്ചൂടി എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അങ്ങോട്ട് ഓടിച്ചാലോ അത് വേണ്ട രൂപത്തിൽ അവന് നല്ല രൂപത്തിൽ കളിക്കാൻ സാധിക്കൂല. അതേ സമയത്ത് ആ കളിക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് അവന് വ്യായാമങ്ങൾ ചെയ്യണം, എക്സസൈസുകൾ ചെയ്യും അല്ലെ. എന്നിട്ട് അവന്റെ കാലും ശരീരവും ബോഡിയൊക്കെ അതിനൊന്ന് തയ്യാറാക്കും. അതിനുശേഷമാണ് കോച്ച് അവൻ അതിലേക്ക് ഇറക്കുകയുള്ളൂ അല്ലെ. അതെന്തിനാണ്? സുഖകരമായി കൊണ്ട് നല്ല രൂപത്തിൽ ശരീരത്തിന് പ്രയാസമില്ലാതെ അവന് കളിക്കാൻ വേണ്ടിയാ. എന്നതുപോലെ പരിശുദ്ധമായ റമളാൻ ശരീഫ് വരുന്നതിന്റെ മുമ്പ് ആ റമളാനിൽ സകല ഇബാദത്തുകളും നമുക്ക് എടുത്ത് സജീവമാക്കേണ്ടതുണ്ട്. പക്ഷേ അത് നമ്മുടെ ബോഡിക്ക് ഈ 11 മാസത്തോളം അതൊന്നും ഇല്ലാതെ നടന്ന നമ്മുടെ ബോഡിക്ക് അതിന്റെ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടണം, ആ കോച്ചിങ് കിട്ടണം. അപ്പോഴേ നമുക്കത് നല്ല രൂപത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇബാദത്തുകളാകുന്ന കൃഷികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റജബും പരിശുദ്ധ ശഅബാനും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. റജബുൻ ശഹറുല്ലാഹ്, ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ, റജബ് മാസം അത് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ അത് എന്റെ മാസമാണ്. വറമളാനു ശഹറു ഉമ്മത്തി, എന്നാൽ റമളാൻ മാസമോ അത് എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്തെ കിറാം ചോദിച്ചു, നബിയേ, എന്താണ് റജബ്, അള്ളാഹുവിന്റെ മാസമെന്ന് പറഞ്ഞാൽ? എല്ലാം അള്ളാഹുവിൻ്റെതല്ലേ, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആകാശവും ഭൂമിയും അല്ലെ, ഇവിടെ കാണുന്ന സകലമാന വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും ഗാലക്സിയും ഗോളങ്ങളും എല്ലാം ഒരു തരി മണലുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. പിന്നെ റജബ് മാസം അത് അള്ളാഹുവിൻ്റെതാണെന്ന് പ്രത്യേകം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയേണ്ട ആവശ്യകത എന്താണ്? ആകാശഭൂമികൾ അള്ളാഹു തആല പടച്ച അന്ന് മുതൽക്ക് തന്നെ 12 മാസങ്ങളെയും അള്ളാഹ് പടച്ചിട്ടുണ്ടല്ലോ, അല്ലെ, നമുക്കറിയാം. അപ്പൊ അതിൽപ്പെട്ടൊരു മാസമാണ് റജബ്. ആ റജബ് മാസത്തിനെ കുറിച്ച് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, റജബുൻ ശഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ആ മാസത്തിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തു, അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുകയാണ്, റജബിനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞ കാരണം കൊണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഈ മാസത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. കാരണം അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഏത് സംഗതി ഉണ്ടോ അതിനൊക്കെ വലിയ ബറക്കത്തുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധമായ കഅബയെ കുറിച്ച് കൊണ്ട് അള്ളാഹ് പറഞ്ഞ എന്താ? ബൈത്തുല്ലാ എന്നാ പറഞ്ഞ, അള്ളാഹുവിന്റെ വീട് എന്നല്ല പറഞ്ഞ്. കഅബക്ക് മഹത്വല്ലേ? കഅബയെ കാണാനും അതിനെ സ്പർശിക്കാനും അതിനൊന്ന് പിടിച്ചു മുത്താനും കൊതിക്കാത്തവർ, ഇഷ്ടമില്ലാത്തവർ ആരാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണത്? അള്ളാഹുവിന്റെ വീടാ. അള്ളാഹുവിലേക്ക് ആ വീടിനെ ചേർത്തി പറഞ്ഞു, അല്ലെ? അതുപോലെ നാഖത്തുള്ള സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തിനെ കുറിച്ച് കൊണ്ട് അള്ളാഹ് പറഞ്ഞ എന്താ? നാഖത്തുള്ള, അള്ളാഹുവിന്റെ ഒട്ടകം എന്നാ പറഞ്ഞേ, അല്ലെ? എല്ലാം അള്ളാഹുവിന്റെ തന്നെയാണ്. എന്നാലും ആ ഒട്ടകത്തിനെ കുറിച്ച് കൊണ്ട് പ്രത്യേകം അങ്ങനെ പറഞ്ഞു. ആ ഒട്ടകത്തിൽ ഒരു അത്ഭുതമുണ്ട്, അതൊരു ദൃഷ്ടാന്തം എന്ന നിലയ്ക്ക് അള്ളാഹു തആല ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതാ. മറ്റു ഒട്ടകങ്ങളെ പോലെ അല്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ കാണിച്ചു തരണം, അപ്പോഴേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അള്ളാഹു തആല പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ജീവനുള്ള ഒട്ടകത്തിനെ പുറപ്പെടുവിച്ചു. അതിനെ കുറിച്ച് കൊണ്ട് അള്ളാഹ് പറഞ്ഞത് നാഖത്തുല്ലാ, അള്ളാഹുവിന്റെ ഒട്ടകമെന്നാണ്, അല്ലെ? എന്നതുപോലെ ഈ മാസത്തിനെ കുറിച്ചുകൊണ്ട് ഷഹറുല്ലാ, എല്ലാ മാസവും ദിവസവും മണിക്കൂറും മിനിറ്റും സെക്കൻഡും എല്ലാം അള്ളാഹുവിൻ്റെത് തന്നെയാണെങ്കിലും റജബിനെ കുറിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അത് ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസമാണ്. മാ മഅനാ ഖൗലുക ഷഹറുല്ലാ, നബിയേ, അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദ്യം വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലിഅന്നഹു മഖ്സൂസും ബിൽ മഗ്ഫിറ, അതേ, ഈ മാസം അള്ളാഹു അവന്റെ അടിമകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ്. മഗ്ഫിറത്ത് കൊണ്ട് പ്രത്യേകതയുള്ള മാസമാണ് റജബ് മാസം എന്നാണ് പറഞ്ഞതിന്റെ ഒരു അർത്ഥമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഇത് അള്ളാഹുവിന്റെ മാസമാണ് എന്നൊരു പവിത്രത നമ്മൾ കൊടുക്കണം. മാത്രമല്ല 4 മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണെന്ന് പരിശുദ്ധ മതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. 4 മാസങ്ങൾ, 12 മാസങ്ങളിൽ പവിത്രതയുള്ള മഹത്വമുള്ള 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങൾ അല്ലാഹു തആല ആദരവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൽ ഹുറും. ആകാശഭൂമികൾ അല്ലാഹ് പടച്ച അന്ന് തന്നെ 12 മാസങ്ങൾ അല്ലാഹ് പടച്ചു. അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ള മാസമാണ്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്, സംഘട്ടനം ചെയ്യാൻ പാടില്ല, അടിപിടി കൂടാൻ പാടില്ല, തർക്കങ്ങൾ നടത്താൻ പാടില്ല, കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മിണ്ടാതെ നിൽക്കലുകൾ ഉണ്ടാകാൻ പാടില്ല, പകരം ചെയ്യാൻ പറ്റുന്ന മാസമല്ല. ഈ രൂപത്തിൽ എല്ലാ അക്രമങ്ങളും നിർത്തിവെക്കേണ്ടുന്ന, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത 4 മാസങ്ങളുണ്ട്. അതിൽപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. 4 മാസങ്ങൾ പവിത്രതയുള്ള മാസ. ഇത് പണ്ട് കാലം മുതൽക്ക് തന്നെ ഈ പവിത്രതയുള്ള മാസങ്ങളെ ജനങ്ങൾ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നാണ്. അതിൽപ്പെട്ട മാസമാണ് റജബും. അതുപോലെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസങ്ങളാണത്. അപ്പൊ അതിൽപ്പെട്ടൊരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. യുദ്ധം നിഷിദ്ധമായ മാസമാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ തന്റെ
പിതാവിനെ വകവരുത്തിയ ഘാതകനെ പിടികൂടാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് പുറത്തേക്കിറങ്ങിയ ഒരാൾ തന്റെ പിതാവിനെ വകവരുത്തിയ ഒരാളെ കണ്ടുമുട്ടുകയും അയാളെ പകരം ചെയ്യാനുള്ള ചാൻസും അവസരവും എല്ലാം ഒത്തുവന്ന സമയത്ത്, അപ്പോഴാണ് മുഹറമായ പവിത്രതയുള്ള മാസമാണ് എന്ന വിവരമെങ്ങാനും കേട്ടെങ്കിൽ അയാൾ ആ ഘാതകനെ വധിക്കാതെ ഊരിയ വാള് ഉറയിൽ തന്നെ ഇട്ടുകൊണ്ട് തിരിച്ചു പോരുമെന്ന, തന്റെ ഉപ്പയെ വധിച്ചതിന് പകരം വീട്ടാൻ അതിയായ ആഗ്രഹം അവനുണ്ട്, അല്ലെങ്കിൽ ഈർഷ്യത അവനുണ്ട്. അതിന്റെ ആ രൂപത്തിലാണ് അവന്റെ മനസ്സുള്ളത്. പക്ഷേ എല്ലാം ഒത്തുവന്നപ്പോഴും നിരപരാധിയായ എന്റെ പിതാവിനെ വധിച്ച ഘാതകനെ കയ്യിൽ കിട്ടി, അവനെ വധിക്കാനുള്ള എല്ലാം സെറ്റായി കിട്ടിയപ്പോഴാണ് പവിത്രതയുള്ള മാസമാണ്, യുദ്ധം നിഷിദ്ധമായ മാസമാണിത് എന്ന വിവരം കേട്ടെങ്കിൽ അവരാ വാൾ ഉറയിൽ തന്നെ ഇട്ടുകൊണ്ട് പകരം ചെയ്യാതെ തിരിച്ചു പോരുമെന്നാണ് പണ്ട് കാലങ്ങളിൽ തന്നെ. കാരണം അന്ന് തന്നെ എന്തായിരുന്നു, ഈ മാസങ്ങൾക്ക് പവിത്രത ജനങ്ങൾ കൊടുത്തിരുന്നു. ഇസ്ലാം, എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം ഈ മാസങ്ങൾക്ക് മഹത്വം കൊടുത്തു, ഈ മാസങ്ങൾക്ക് പവിത്രത കൊടുത്തു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിങ്ങൾക്കറിയുമോ, അതേ പരിശുദ്ധമായ റജബ് മാസം അങ്ങ് കടന്നു വന്നാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതാ മിമ്പറിൽ കയറുകയാണ് വെള്ളിയാഴ്ച ദിവസം. ലമ്മസ്തഹല്ല റജബും റഖൽ മിമ്പറ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതാ ഖുതുബ നിർവഹിക്കാനുള്ള മിമ്പറിൽ കയറുകയാണ്. വഖതബ, എന്നിട്ട് ഖുതുബ ഓതുകയാണ്, നിർവഹിക്കുകയാണ്, ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, അലാ ജനങ്ങളെ അറിയണേ, ഇന്ന ഹാദാ ശഹ്റുല്ലാഹ്, ഈ മാസമെന്ന് പറയുന്നത് ഇത് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് മാസത്തിൽ വെള്ളിയാഴ്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ പറയാണ്, ഈ മാസം ഇത് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാ ജനങ്ങളെ, അൽ അസമ്മായ മാസമാണ്, ശഹ്റുല്ലാഹിൽ അസം എന്ന് മഹാനുഭാവൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വഹുവ ശഹ്റു സകാത്തിക്കും, ഇത് നിങ്ങൾ സകാത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു വീട്ടാനുള്ള മാസമാണ്. നിങ്ങളെ സമ്പത്ത് നിങ്ങൾക്ക് സകാത്ത് കൊടുത്തു വീട്ടാൻ സമയമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുത്തു വീട്ടേണ്ടുന്ന സമയമാണ്, മാസമാണ്. വമൻ കാന അലൈഹി ദൈനുൽ, ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ, മറ്റാർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്ത് വീട്ടാനുണ്ടെങ്കിൽ ഫൽയുഅദ്ദി ദൈനഹു, അവൻ ഈ മാസത്തിൽ തന്നെ അവന്റെ കടങ്ങളൊക്കെ വീട്ടിക്കൊള്ളട്ടെ. എന്തിനു വേണ്ടിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇത് പറഞ്ഞത്? ഇനി വരാനിരിക്കുന്ന മാസങ്ങളുടെ നേതാവാകുന്ന റമദാൻ ശരീഫ് വരുന്നതിന് മുമ്പ് എല്ലാ നിലക്കും ഒരുങ്ങാൻ വേണ്ടി, മുന്നൊരുക്കം നടത്താൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, കടം കൊടുക്കാനുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ പ്രയാസം വേണ്ട, അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം, ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊന്നും കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടെ നമുക്ക് ചെയ്യാൻ കഴിയൂല. കാരണം ഇതിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും കടന്നു വരും. പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ, പഠിച്ചോനെ ഞാൻ അയാൾക്ക് കടം കൊടുക്കാനുണ്ടല്ലോ, അയാൾക്കത് കൊടുത്ത് വീട്ടണമല്ലോ, എവിടുന്നാണ് എനിക്ക് കഴിയുക, ആ ഒരു പ്രയാസം വരും, അല്ലെ? അപ്പൊ റമദാൻ ശരീഫ് വന്ന് നന്മകൾ വാരിക്കൂട്ടുന്ന ആ സമയത്ത് ഈ കടത്തിന്റെ ടെൻഷനും പ്രയാസവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു തടസ്സമായിട്ട് മാറണ്ട. അതുകൊണ്ട് അതെല്ലാം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ മാസത്തിൽ തന്നെ നിങ്ങൾ കടം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ടണമെന്ന് സുബ്ഹാനല്ലാഹ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരോട് ഉപദേശിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
അസബ് അസമ്മ് എന്ന പേര് ഈ മാസത്തിനുണ്ട്, അല്ലെ ഷഹറുല്ലാഹിൽ അസമ്മ് എന്ന പേരുണ്ട്. റജബ് എന്ന് പറയും പോലെ തന്നെ ഈ മാസത്തിനുള്ള ഒരു പേരാണ് അസമ്മ് എന്നും ഈ മാസത്തിന് വിളിക്കാറുണ്ട് എന്ന. കാരണം എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? ലിഅന്നഹു ലം യുസ്മഅ ഫീഹി ഗളബുല്ലാഹി അലാ ഖൗമിൻ ഖത്തു. ഈ മാസത്തിൽ അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ ദേഷ്യം അത് ഒരു ജനങ്ങളുടെ മേലിലും ഉണ്ടാവുകയില്ല. ഒരു സമൂഹത്തിന്റെ മേലിലും അല്ലാഹു തആല ദേഷ്യപ്പെടാത്ത മാസമാണ് ഈ മാസം. അതുകൊണ്ടാണ് അസം എന്ന് പറയുന്നത്. കാരണം ലി അന്നല്ലാഹ അസ്സബൽ ഉമമൽ മാളിയത ഫീ സായിരി ശുഹൂർ. മറ്റു മാസങ്ങളിലൊക്കെ പല സമുദായത്തിനെയും അല്ലാഹു തആല ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വലം യുഅസ്സബു ഉമ്മതൻ മിനൽ ഉമമി ഫീ ഹാദ ശഹരി, ഈ മാസത്തിൽ കഴിഞ്ഞു പോയ ഒരു സമൂഹത്തിനെയും അല്ലാഹു തആല ശിക്ഷിച്ചിട്ടില്ല, അദാബ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മാസത്തിന് അല്ലാഹ് അത്രയും പവിത്രത കൊടുത്തിട്ടുണ്ട്. നോക്കി നിങ്ങൾ, അല്ലാഹു തആല അക്രമം ചെയ്യുന്ന ആളുകളുടെ മേലിൽ ഈ മാസത്തിൽ അല്ലാഹു ദേഷ്യം വെക്കുന്നില്ല, അവരെ ശിക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ മാസത്തിന്റെ പവിത്രത കൊണ്ടാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ തുസബ്ബുർ റഹ്മത്തു ഫീ, ഈ മാസത്തിൽ അല്ലാഹു അവന്റെ അടിമകളുടെ മേലിൽ ഒരുപാട് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ്. വയുഅതീഹിമുല്ലാഹു മിനൽ കറാമ, ഒരുപാട് മഹത്വം അല്ലാഹു ഈ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. വൽ മസൂബാതി മാ ലാ ഐനും റഅത് വലാ ഉദ്നുൻ സമീഅത്, ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് മഹത്വങ്ങളും അല്ലാഹു ഈ മാസത്തിൽ അടിമകൾക്ക് കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു അതെല്ലാം വാരിക്കൂട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിയാമോ, ഒരു ദിവസം അതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സൗബാൻ എന്ന് പറയുന്ന സഹാബിയെയും കൂട്ടിക്കൊണ്ട് ഒരു മഖബറയിലൂടെ നടന്നു പോവുകയാണ്. ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അലാ ഖുബൂരിൻ ഫബകാ, ഒരു മഖബറയിൽ ഹബീബായ തങ്ങൾ ചെന്നപ്പോ അവിടെ വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ വല്ലാതെ കരഞ്ഞുപോയി, വല്ലാതെ സങ്കടപ്പെട്ടു പോയി, വല്ലാതെ വിഷമിച്ചു പോയി. അവിടുന്ന് കരഞ്ഞത് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങ് കണ്ട സമയത്ത്, യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ആ സ്വഹാബി ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലദാ സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സൗബാൻ, ഞാൻ ഈ മഖബറയിൽ വന്ന സമയത്ത് ഈ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പലരെയും ഞാൻ കാണുകയാണ്, പലരുടെയും ഖബറിലുള്ള അവസ്ഥ ഞാൻ അറിയുകയാണ്. ഹബീബായ തങ്ങൾ അവിടുന്ന് ഖബറിന്റെ സമീപം ചെല്ലുമ്പോൾ അവിടത്തേക്ക് അറിയും ഈ ഖബറിലുള്ള അവസ്ഥ എന്താണ് എന്ന്. ഹബീബായ തങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയും, അല്ലെ? ഖബറിൽ നടക്കുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂലിന് അറിയാനും കാണാനും സാധിക്കും, അല്ലെ? ഹബീബായ മുത്തുനബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ, അല്ലെ, ഇസ്രാ മിഅ്റാജ് നടത്തിയ സമയത്ത് നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശനം നടത്തി സിയാറത്ത് ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കണ്ടോ, ഖബറിൽ കഴിയുന്ന ആളെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് അത് അറിയുകയാണ് സഹോദരനെ. അങ്ങനെ പല സംഭവങ്ങളും ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ രണ്ട് ഖബറിന്റെ സമീപം നബി തങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞല്ലോ, ഈ രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിന്റെ കാരണവും പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് ഈ ആളുകളുടെ വീക്ഷണത്തിൽ ചെറിയ തെറ്റായിരുന്നു, അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇതിൽ ഒന്നാമത്തെ ഒരാൾ ചെയ്ത തെറ്റെന്താണ്? ആ രണ്ട് ഖബറിൽ ശിക്ഷയാണ് ഹബീബായ തങ്ങൾ കാണുന്നത്. കൂടെയുള്ള സഹാബത്തിന് പറഞ്ഞു കൊടുത്ത് ഈ രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അവരുടെ ദൃഷ്ടിയിൽ അവർ ചെയ്ത തെറ്റ് വളരെ ചെറുതായ തെറ്റാണ്, അതേ സമയത്ത്
സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അത് ഗൗരവമുള്ള തെറ്റായിരുന്നു. പല തെറ്റുകളും അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും നമ്മൾ കരുതും ഇതൊരു നിസാരമായ തെറ്റല്ലേ, ഇതൊരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു തആല പുറത്തു തരുന്ന തെറ്റല്ലേ അല്ലേ എന്ന് നമ്മൾ കരുതി നമ്മൾ ചെയ്തു പോകുന്ന പല തെറ്റുകളും ഒരുപക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തെറ്റാണ് സഹോദരങ്ങളെ, വലിയ തെറ്റാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾ ചെയ്ത തെറ്റുകൾ അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിങ്ങനെ ആസ്വദിക്കാറുണ്ട്. അത് വലിയ തെറ്റാണ് സഹോദരങ്ങളെ. എല്ലാ തെറ്റും എല്ലാ ദോഷവും അള്ളാഹു തആല പുറത്തു തരും. എല്ലാ ദോഷികൾക്കും അള്ളാഹു പുറത്തു തരുമ്പോ ഇല്ലൽ മുഹാജിരീന, മുഹാജിരീൻ അവർക്ക് ഒഴികെ എന്നുള്ളാന്റെ റസൂൽ പറഞ്ഞു. അതായത് പിന്നെ ചെയ്ത തെറ്റിനെ അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അത് പരസ്യമാക്കുക, സ്വന്തം ചെയ്ത തെറ്റിനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് പരസ്യപ്പെടുത്തുക എന്ന്, അത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഞാനും അവനും കൂടിയിട്ട് ഇന്നലെ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്നിങ്ങനെ പരസ്യമാക്കിയിട്ട് പറയുന്ന ആളുകൾ അവരുടെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല എന്ന. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റ് അല്ലാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. അവൻ സത്താറാണ്, മറച്ചു വെക്കുക എന്നൊരു വിശേഷണം അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് അവൻ പലതും മറച്ചു വെക്കുന്നുണ്ട്. ആ മറച്ചു വെച്ചതിന് നമ്മൾ മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തിയാൽ അതൊരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ പലതുമുണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാകാം, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലുതാ. ഈ 2 ഖബറിൽ കഴിയുന്ന ആളുകളുടെ ദൃഷ്ടിയിൽ അവർ ചെയ്ത തെറ്റ് ചെറുതായിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വലുതാ. ഒരാൾ ചെയ്ത തെറ്റെന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തല്ലോ, ഒരാൾ നമീമത്തുകായുമായി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് രണ്ടാളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി, അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടാൻ വേണ്ടി, അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെ കുറ്റം മറ്റവനോടും അവന്റെ കുറ്റം ഇവനോടും പറഞ്ഞിട്ട് 2 സുഹൃത്തുക്കളെ തമ്മിൽ മാറ്റി നിർത്തുന്നു, അവരെ തമ്മിലിടിപ്പിക്കുന്നു, അവരെ ശത്രുക്കളാക്കി മാറ്റുന്നു. ഈ ജോലി ചെയ്യലാണല്ലോ നമീമത്ത് എന്ന് പറയുന്നത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്തുകാര് സ്വർഗത്തിൽ കടക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് കാവല് നൽകട്ടെ. അപ്പൊ ഒരാൾ നമീമത്തുകാരനാ, അതിന്റെ പേരിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെ. നമ്മൾ കരുതുമ്പോ ഒരാളോട് മറ്റൊരാളെ, അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് കൊണ്ട് കുറ്റം പറഞ്ഞു കൊടുക്കുക, ഇവനോട് അവന്റെ കുറ്റം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞു കൊടുക്കുക, തമാശക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിത്ര ഗൗരവമുള്ള സംഗതിയാണെന്ന് പലരും ചിന്തിക്കാറില്ല. അത് സ്വർഗം തടയപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് പല ആളുകളും ചിന്തിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാണ്, അല്ലാഹുവിന്റെ അടുക്കൽ വലുതാണ്. രണ്ടാമത്തെ ആളോ മലമൂത്ര വിസർജനം ചെയ്താൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശുദ്ധീകരണത്തിൽ നന്നായി ശ്രദ്ധിക്കാത്ത വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ടുന്ന രൂപത്തിൽ ശുദ്ധീകരണം അവൻ നടത്താറില്ല. അതിൽ പല അപാകതകളും അവന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ആ രൂപത്തിൽ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവന്റെ ഖബറിൽ ശിക്ഷയുള്ളതെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണതല്ലേ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മക്കള് നല്ല ടൈറ്റുള്ള പാൻസ് ധരിച്ചുകൊണ്ട് അവർ പോകും അല്ലെ, പള്ളിയിലേക്ക് മദ്രസയിലേക്ക് ഒക്കെ അവർ അത് ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ടൈറ്റുള്ള ആ വസ്ത്രം ധരിച്ചാൽ അവന് വേണ്ടുന്ന രൂപത്തിൽ റാഹത്തായ നിലയ്ക്ക് അവനെ യൂറിയൻ ഔട്ട് ചെയ്യാൻ കഴിയൂല. അതിന് പ്രയാസം ഉണ്ടാകും. കാരണം അത് ധരിച്ച വ്യക്തിക്ക് ശരിക്കും ഇരിക്കാൻ കഴിയൂല അല്ലെ. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ മൂത്രം പോലെ അത്രയും ടൈറ്റാണ്. അപ്പൊ പിന്നെ അവൻ നിന്ന് മൂത്രയിക്കേണ്ടി വരും. നിന്ന് മൂത്രയിക്കുമ്പോൾ പലപ്പോഴും അവന്റെ ഡ്രസ്സിലേക്ക് തന്നെ തെറിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ വൃത്തിയാക്കുന്ന സമയത്ത് ആ വെള്ളത്തോടു കൂടെ അവന്റെ ഡ്രസ്സിലേക്ക് തെറിക്കും. ഇരുന്ന് മൂത്രയിച്ചാലും പൂർണ്ണമായിട്ടും യൂറിയൻ പോവുകയുമില്ല. അങ്ങനെ ഇരുന്ന് അവൻ മൂത്രയിച്ച് എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള മൂത്രം ചിലപ്പോൾ അവൻ അറിയാതെ അവന്റെ ഡ്രസ്സിലേക്കായി മാറും. അപ്പൊ ഈ രൂപത്തിൽ ശരിക്കും വൃത്തിയാക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ശരിക്ക് നല്ല രൂപത്തിൽ അവന് അത് പുറത്തേക്ക് ഔട്ട് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അതിലൊരുപാട് അപകടവശങ്ങളുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖബറിൽ നടക്കുന്ന കൂടുതൽ ശിക്ഷയുടെയും കാരണം അത് മൂത്രത്തിന്റെ വിഷയത്തിലാണ്. അത് വേണ്ടുന്ന രൂപത്തിൽ ശുദ്ധീകരണം നടത്താത്തതിന്റെ പേരിലാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഈ ഖബറിൽ കഴിയുന്ന ആള് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഈ മഖബറയിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫദഅതുല്ലാഹ്
ഞാൻ അവർക്കൊക്കെ വേണ്ടി ഇവിടുന്ന് അങ്ങ് ദുആ ചെയ്തു. ഈ മഖബറയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തപ്പോ സൗബാനെ അല്ലാഹു തആല അവർക്കെല്ലാവർക്കും മാപ്പ് കൊടുത്തു. കാരണം ഹബീബായ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറബിൻ വമിൻ അജമീ. ആ കാരുണ്യത്തിന്റെ നേതാവായ ഹബീബായ തങ്ങള് ആ മഖബറിൽ കഴിയുന്ന ആളുകളെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ അവർക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്തു. ആ ദുആ കാരണോ അല്ലാഹു തആല അവരെ ഖബറുകളിൽ നിന്ന് ശിക്ഷ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഹബീബായ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ സോമഹ ഉലൈ യൗമൻ മിൻ റജബിൻ. ഓ സൗബാനെ, ഈ ആളുകള് ഈ മഖബറിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവര് റജബ് മാസത്തിൽ ഒരു ദിവസം അവർ നോമ്പെടുത്തിരുന്നുവെങ്കിൽ വഖാമൂ ലൈല, റജബിന്റെ ഒരു രാത്രി അവർ നിസ്കരിച്ചിരുന്നുവെങ്കിൽ മഅദബോ, അവരെ ഖബറുകളിൽ അല്ലാഹ് ശിക്ഷിക്കുകയില്ല. റജബിനെ അവർ പരിഗണിച്ചിരുന്നുവെങ്കിൽ, റജബിനെ അവർ ബഹുമാനിച്ചിരുന്നുവെങ്കിൽ അത് കാരണം അല്ലാഹു അവരെ ഖബറുകളിൽ ശിക്ഷ കൊടുക്കില്ലായിരുന്നു സൗബാൻ എന്ന് ഹബീബായ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞപ്പോ ഉടനെ ആ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ബിസൗമി യൗമിൻ വഖിയാമി ലൈലത്തിൻ യംനഉ അദാബൽ ഖബരി യാ റസൂലല്ലാഹ്. സൗബാൻ എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, നബിയേ, റജബ് മാസത്തിന്റെ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട്, ഒരു രാത്രിയിലുള്ള ഇബാദത്ത് കൊണ്ട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് തടുക്കാൻ കഴിയുമോ? അതോ റജബ് മുഴുവനും നോമ്പെടുക്കേണ്ടതുണ്ടോ? മുഴുവനും നോമ്പെടുക്കൽ സുന്നത്താണ്, അങ്ങനെ എടുക്കുന്ന ആളുകളും ഉണ്ടല്ലോ. അതേ സമയത്ത് മുഴുവൻ എല്ലാവർക്കും എടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ലെങ്കിലും റജബ് മാസത്തിന്റെ മഹത്വം മാനിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും നമ്മെ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞാല്, അതാണ് ആ സ്വഹാബി ചോദിച്ചത്. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ടും ഒരു ദിവസത്തെ രാത്രിയിലുള്ള ഇബാദത്തുകളെ കൊണ്ടോ ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടുമോ നബിയേ എന്ന സ്വഹാബി നമുക്കൊക്കെ വേണ്ടി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, നഅം യാ സൗബാൻ വല്ലദീ നഫ്സി ബിയദിഹി മാ മിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ യസൂമു യൗമൻ മിൻ റജബിൻ വയഖൂമു ലൈലത്തൻ. ഏതൊരു മുസ്ലിമായ ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ, ഒരു രാത്രിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ തന്നെ അല്ലാഹു ഖബറിന്റെ അദാബിനെ തൊട്ടവർക്ക് രക്ഷ കൊടുക്കുകയും മാത്രമല്ല, ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനാ, ഒരു വർഷം ഇബാദത്തെടുത്ത പ്രതിഫലോ 360 ദിവസോ, ഒരു വർഷം ഇബാദത്തെടുത്ത കൂലി പ്രതിഫലം അല്ലാഹു ആ മനുഷ്യന് രേഖപ്പെടുത്തുന്നതാണ്. സോമനാരിഹാ വഖിയാമി ലൈലത്തിഹാ, അതേ ഒരു വർഷം മുഴുവനും പകൽ നോമ്പെടുത്ത കൂലി, ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത കൂലി, ഒരു വർഷം മുഴുവനും രാത്രി നിസ്കരിച്ച കൂലി അല്ലാഹു ഒരൊറ്റ ദിവസം ഈ റജബിലങ്ങ് ചെയ്താൽ അവർക്ക് കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞുകൊണ്ടുവന്നത്, ഈ റജബ് മാസത്തിനെ നമ്മൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, ഈ മാസത്തിൽ നമ്മൾ ഇബാദത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന് അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ നൽകുന്നത്. അല്ലാഹു അതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹു ബഹുമാനിച്ച മാസത്തിനെ, അല്ലാഹു ബഹുമാനിച്ചത് ഏതുണ്ടോ അതിനൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അതൊരു ഈമാനിന്റെ അടയാളമാണ്, തഖ്വയുടെ അടയാളമാണ് സഹോദരങ്ങളെ, അല്ലേ? അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ച
ആദരിച്ച മാസങ്ങളെ ആദരിക്കുക. അള്ളാഹു ബഹുമാനം കൽപ്പിച്ച ദിവസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ഫഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം. നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹ് ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിക്കൽ. നോക്ക് നിങ്ങൾ, ഒരു നരബാധിച്ച ഒരാളെ ഒരു പ്രായമെത്തിയ നരബാധിച്ച ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാളെ നമ്മൾ ബഹുമാനിച്ചാൽ ഏതിന്റെ പേരിൽ? ഇയാളൊരു പ്രായം കൂടിയ മനുഷ്യനാണ്, ഇയാളൊരു പ്രായം എത്തിയ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ നമ്മൾ ആ പ്രായത്തിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അയാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന മിൻ ഇക്റാമില്ല, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക, അയാളൊന്ന് ആദരിക്കുക, അയാളൊന്ന് ബഹുമാനിക്കുക. ആ ഒരു ബഹുമാനം അത് അള്ളാഹുവിനെ ബഹുമാനിക്കല സഹോദരങ്ങളെ. ഞാനെന്തിനാ അയാളെ ബഹുമാനിക്കണം? ഇന്ന് ആദരവും ബഹുമാനവും ഒന്നും ഇല്ലാത്തൊരു കാലമാണ് അല്ലെ. മുതിർന്നവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. ഇതൊന്നും ഇന്ന് നമ്മുടെ മക്കളിൽ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇല്ല. ഒരാളെയും ഇന്ന് ബഹുമാനിക്കുന്നില്ല. ഗുരുനാഥന്മാരെ പോലും ശിഷ്യന്മാര് ബഹുമാനിക്കാത്ത കാലമാണ്. അപ്പോ അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു ബഹുമാനിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പള്ളി, പരിശുദ്ധമായ ഖുർആൻ, ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇൽമുള്ള ആളുകൾ, മഹാന്മാർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഇവരൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ബഹുമാനത്തിൽ പെടേണ്ടുന്ന ഒന്നാണ് പരിശുദ്ധമായ റജബ് മാസമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ റജബ് മാസം വന്ന് ഈ റജബ് മാസം നമ്മിലേക്ക് 29 അല്ലെങ്കിൽ 30 ദിവസം നമുക്ക് ലഭിച്ചു. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ റജബ് മാസം 29 അല്ലെങ്കിൽ 30 ദിവസം നമുക്ക് കിട്ടി. ഈ റജബ് മാസം അങ്ങോട്ട് വിട പറഞ്ഞു പോകും. അങ്ങനെ ഈ റജബ് മാസം വിട പറഞ്ഞു പോകും. പിന്നെ വരുന്നത് ഏതാ? പിന്നെ ശഅബാൻ മാസമാ വരുന്നത് അല്ലെ. പിന്നെ റമദാൻ മാസമാ നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അങ്ങനെ റജബ് മാസം കംപ്ലീറ്റ് പൂർത്തിയായിട്ട് അത് ഉയർന്ന് അള്ളാഹുവിലേക്ക് പോകുമെന്നാണ്. അങ്ങനെ റജബ് മാസം അള്ളാഹുവിലേക്ക് അങ്ങ് കടന്നു ചെന്നാൽ എല്ലാം അള്ളാഹുവിലേക്ക് പോകുന്നുണ്ടല്ലോ. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാവട്ടെ, നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളാവട്ടെ, അതെല്ലാം ഒരു വിശ്വാസി ചെയ്താൽ അള്ളാഹുവിലേക്ക് അതെല്ലാം ഉയർന്നു പോകുമല്ലോ. ഒരാഴ്ച നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴേക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തുമെന്നാണ്. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിലേക്ക് ഉയർത്തും. ഓരോ ആളുകളും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. എന്നിട്ട് പറയും, ഇതാ ഇന്ന ആൾ ഒരാഴ്ച ചെയ്ത കണക്കത അല്ലെ. ഒരു ഷോപ്പ് നടത്തുന്ന ഒരാള് വൈകുന്നേര സമയമാകുമ്പോൾ അവനെല്ലാം ഒന്ന് കാൽക്കുലേഷൻ ചെയ്യും. എന്താണ് ഇന്ന് നടന്ന കച്ചവടം എത്രയാണ്, ഇന്ന് എത്ര ചെലവുണ്ട്, ഇന്ന് എത്ര വരവുണ്ട്, എത്ര ലാഭമുണ്ട്, എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും കംപ്ലീറ്റ് എടുത്ത ശേഷമാണല്ലോ വൈകുന്നേര സമയത്ത് ഷോപ്പ് അടച്ചുകൊണ്ട് ആ മുതലാളി പോവുകയുള്ളൂ അല്ലെ. എല്ലാ ബില്ലും എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം എത്ര വരാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, കടം എത്ര പോയിട്ടുണ്ട്, ലാഭം എത്ര കിട്ടിയിട്ടുണ്ട്, പണിക്കാർക്ക് എത്ര കൊടുക്കാനുണ്ട്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കണക്കുകളും ക്ലിയർ ചെയ്ത ശേഷമല്ലേ ഓരോ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് ഓരോ ദിവസവും ക്ലോസ് ചെയ്യാറുള്ളത് അല്ലെ. എന്നതുപോലെ അള്ളാഹുവിലേക്ക് നാം ചെയ്ത സകല ഇബാദത്തുകളും ഒരാഴ്ച നാം ചെയ്ത 7 ദിവസം ചെയ്ത ഇബാദത്തുകൾ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിലേക്ക് ഉയരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഹബീബായ തങ്ങൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച നീ ചെയ്ത നിസ്കാരമുണ്ടല്ലടാ, ഒരാഴ്ച നീ ഓതിയ ഖുർആനിന്റെ പാരായണമുണ്ടല്ലോ മോനെ, ഒരാഴ്ച നീ ചൊല്ലിയ ദിക്റുകളുണ്ടല്ലോ, സ്വലാത്തുകളുണ്ടല്ലോ, ദാനധർമ്മങ്ങളുണ്ടല്ലോ, പള്ളിയിലേക്ക് കടന്നു വന്നതുണ്ടല്ലോ, കുടുംബത്തിനെ നോക്കിയതുണ്ടല്ലോ, മാതാപിതാക്കളെ ബഹുമാനിച്ചതുണ്ടല്ലോ, ഇൽമ പറഞ്ഞു കൊടുത്തതുണ്ടല്ലോ, അമല് ചെയ്തതുണ്ടല്ലോ, ഏതൊക്കെ നന്മകളാണ് ഒരാഴ്ച ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയതെങ്കിൽ അതെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ആ കൂട്ടത്തിൽ ഹബീബ
ഹബീബായ തങ്ങൾ പറയാണ്, ആ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് കുടുംബ ബന്ധം മുറിച്ച വ്യക്തിയാണെങ്കിൽ, കുടുംബവുമായി കൊണ്ട് പിണങ്ങി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, തന്റെ കൂട്ടുമാകാരുമായി കൊണ്ട് പിണങ്ങി നിൽക്കുന്നവനാണെങ്കിൽ, അനൈക്യത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, മിണ്ടാതെ നിൽക്കുന്നവരാണെങ്കിൽ, അവരെ ഒരാഴ്ചത്തെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ നിസ്കാരമല്ല ഉൾക്കൊള്ളൂല. അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു ഏറ്റെടുക്കൂല. അതിനൊന്നും അവനല്ല കൂലി കൊടുക്കൂല. എന്തേ കാരണം? അല്ലാഹുവിന്റെ വലിയൊരു കാര്യമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അത് വിച്ഛേദിച്ച് കളഞ്ഞ വ്യക്തിയാണെങ്കിൽ, അതിന് പോറലേൽപ്പിച്ച വ്യക്തിയാണെങ്കിൽ, മിണ്ടാതെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, കുടുംബത്തിനോട് മിണ്ടിയിട്ട് വർഷങ്ങളും മാസങ്ങളുമായ വ്യക്തിയാണെങ്കിൽ, അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അതെല്ലാം അല്ലാഹു തട്ടിക്കളയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ, ഐശ്വര്യം വേണമെങ്കിൽ, അല്ലെ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊടുക്കുന്ന മാസമാണ് റജബ്. ഈ റജബിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊടുക്കുമ്പോ അത് കിട്ടാതെ തടഞ്ഞു നിൽക്കാൻ കാരണമാകുന്ന വിഷയങ്ങളൊന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് വല്ലതുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോഴല്ലേ അത് നടക്കുള്ളൂ. ഒരാളുടെ ശരീരത്തിന് ബ്ലോക്ക് വന്നു, അയാൾക്ക് ശക്തമായ വേദന വന്നു, നെഞ്ചുവേദന വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2 ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഉടനെ എന്താ ചെയ്യുക? ആ രക്തത്തിന്റെ സഞ്ചാരം, അതിന്റെ സർക്കുലേഷൻ തന്റെ ബോഡിയിൽ ക്ലിയർ ആയിക്കൊണ്ട് നടക്കണമെങ്കിൽ ആ ബ്ലോക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യണം. അപ്പോഴല്ലേ അത് നടക്കുകയുള്ളൂ, അല്ലെ? ഇല്ല എങ്കിൽ അയാൾക്ക് മരണം വരെ സംഭവിക്കും, അല്ലെ? മരണം വരെ സംഭവിക്കും. അപ്പൊ ക്ലിയർ ആയിക്കൊണ്ട് നടക്കണമെങ്കിൽ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ അടിമകൾക്ക് ഈ മാസത്തിൽ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമ്പോ ആ റഹ്മത്തും ബറക്കത്തും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത് കിട്ടാതിരിക്കാൻ തടസ്സമായി ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കൽ നിർബന്ധമാണ്. അപ്പോഴേ അത് കിട്ടുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബബന്ധം ചേർക്കലും, മിണ്ടാതെ നിൽക്കലും, പിണങ്ങി നിൽക്കലും. ഇതൊക്കെ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഏത് നന്മ ചെയ്തിട്ടും കാര്യമില്ല, ഏത് അമൽ ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു സ്വീകരിക്കൂല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ മാസം പരിശുദ്ധമായ റജബ് മാസം അങ്ങ് കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഉയർന്നു ചെല്ലുമ്പോ അല്ലാഹു തആല ഈ മാസത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഫയഖൂലുല്ലാഹു യാ ശഹരീ. അല്ലാഹു ഈ റജബ് മാസത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ എന്റെ മാസമേ, ഹൽ യുഹിബ്ബൂനക വയുഅള്ളിമൂനക. നിന്നെ ആരെങ്കിലും ബഹുമാനിച്ചിരുന്നോ? നിന്നെ ആരെങ്കിലും ആദരിച്ചിരുന്നോ? നിനക്കാരെങ്കിലും റെസ്പെക്ട് തന്നിരുന്നോ? നിന്നെ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? എന്റെ മാസമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കി കൊടുത്ത ഈ മാസം, ഓ റജബേ, നിന്നെ ജനങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടോ? നിന്നെ ആദരിച്ചിട്ടുണ്ടോ? റജബ് മാസമാണല്ലോ ഇത് എന്നുള്ള പരിഗണന നിനക്കാരെങ്കിലും തന്നിരുന്നോ? നമ്മളെ മക്കളെ നമ്മളൊരു സൽക്കാരത്തിന് പറഞ്ഞയച്ചു. നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സൽക്കാരത്തിന്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയെ നമ്മൾ പറഞ്ഞയച്ചു. അങ്ങനെ അവരാ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് അവർ തിരിച്ചു വന്നാൽ നമ്മൾ ചോദിക്കും, എന്തൊക്കെയുണ്ട് വിവരങ്ങൾ? നീ ചെന്നത് ആരെങ്കിലും കണ്ടോ? ആ വീട്ടുകാരൻ നിന്നെ കണ്ടോ? നീ ചെന്നത് അവർ അറിഞ്ഞിട്ടുണ്ടോ? വിവാഹത്തിന് ക്ഷണിച്ചു, നമ്മൾ അവിടെ ചെന്ന ഇവരവർ കണ്ടിട്ടുണ്ടോ? നിന്നെ പരിഗണിച്ചിട്ടുണ്ടോ? നിനക്ക് ഭക്ഷണം കിട്ടിയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സ്വീകരണം, റെസ്പെക്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ചോദിച്ചറിയൂലേ? തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചറിയും. നമ്മളെ മക്കളൊരു കുടുംബത്തിലേക്ക് പറഞ്ഞവർ തിരിച്ചു വന്നാൽ നമ്മൾ ഉടനടി ഉമ്മമാർ ചോദിക്കുന്ന ചോദ്യം അതാണ്, നിന്നെ സ്നേഹിച്ചിരുന്നോ? നിനക്ക് എന്തൊക്കെയാ അവർ തന്നതൊക്കെ ചോദിക്കൂലേ? ചോദിക്കും. എന്നതുപോലെ റജബ് മാസത്തിന് അല്ലാഹു തആല നമ്മിലേക്ക് തന്നിട്ട് വലിയ റഹ്മത്തും ബറക്കത്തും ഒക്കെ അല്ലാഹു ഇറക്കി കൊടുത്ത മാസമാണല്ലോ ഇത്. ഈ മാസം 29-30 ദിവസം കഴിഞ്ഞ് റബ്ബിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ യുഅള്ളിമൂനക ഹൽ യുഹിബ്ബൂനക. നിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നോ? നിന്നെ ആരെങ്കിലും ബഹുമാനിച്ചിരുന്നോ? നിന്നെ പരിഗണിച്ചിരുന്നോ എന്ന് ഈ റജബിനോട് അല്ലാഹു ചോദിക്കുമ്പോ ഫയസ്കുതു വലാ യതകല്ലമൂ.
ഹബീബായ തങ്ങൾ പറയാണ്, ഈ റജബ് മാസം അല്ലാഹുവിനോട് ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമത് വീണ്ടും അല്ലാഹ് ചോദിക്കുകയാണ്, പറ നിന്നെ ആരൊക്കെ ബഹുമാനിച്ചു, നിന്നെ ആരൊക്കെ ആദരിച്ചു എന്ന് രണ്ടാം തവണ ചോദിച്ചു. ഈ മാസം ഒന്നും അല്ലാഹുവിനോട് മറുപടി പറയാതെ നിന്നപ്പോ മൂന്നാം തവണ വീണ്ടും അല്ലാഹ് ചോദിച്ചപ്പോൾ അപ്പോഴും ഈ മാസം ഒന്നും പറയാതെ പിന്നെ പറയുകയാണ്, ഇലാഹി അന്ത സത്താറുൽ ഉയൂബ്, അല്ലാഹുവേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നോടൊരു വിഷയം പറയാനുണ്ട് തമ്പുരാനെ. നീ സത്താറുൽ ഉയൂബാണല്ലോ റബ്ബേ, ന്യൂനതകളൊക്കെ മറച്ചു വെക്കുന്നവനാണല്ലോ അല്ലാ. എല്ലാവരുടെയും ന്യൂനതകള് നീ മറച്ചു വെക്കുന്നവനാണല്ലോ. അല്ലാഹു സത്താറാണ് സഹോദരങ്ങളെ. മറക്കുന്നവൻ, മറച്ചു വെക്കുന്നവൻ എന്നൊരു നാമം അല്ലാഹുവിനുണ്ട്. അല്ലാഹു നമ്മുടെതൊക്കെ പലതും മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ തല പൊക്കിക്കൊണ്ട് നടക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു ഇങ്ങോട്ട് വെളിപ്പെടുത്തുകയാണെങ്കിലോ നമുക്കവിടെ തല ഉയർത്തി നടക്കാൻ പോലും കഴിയൂല. അങ്ങനെയാണ് പലതും അല്ലാഹു മറച്ചു വെക്കുക. നമ്മൾ ചെയ്തൊന്നും ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? അല്ലാഹു അത് കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല, അല്ലെങ്കിൽ അല്ലാഹു തആല ആ സമയത്ത് ഒരാളങ്ങോട്ട് എത്തിക്കാൻ അല്ലാഹുക്ക് കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സത്താറായത് കൊണ്ടാണ്, മറച്ചു വെക്കുന്നവനായതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെയൊക്കെ പലതും മറച്ചു വെക്കുന്നത്. ആ അല്ലാഹു തആല റബ്ബിനോട് ഈ മാസം പറയാണ്, നീ ന്യൂനതകളൊക്കെ മറച്ചു വെക്കുന്നവനല്ലേ. മാത്രമല്ല അമർത ഖൽഖക, നിന്റെ അടിമകളോടൊക്കെ നീ കൽപ്പിച്ച കാര്യം എന്താണ്? നിന്റെ അടിമകളോടൊക്കെ നീ പറഞ്ഞ കാര്യം എന്താണ്? അവരൊക്കെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കണം, മറ്റുള്ളവരുടെ അപാകതകൾ, മറ്റുള്ളവരുടെ പോരായ്മകൾ നിങ്ങളൊക്കെ മറച്ചു വെക്കണമെന്ന് നിന്റെ അടിമകളോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. ഒരാളൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയ പാഠമതാണ്. ഇന്ന് ഒരാളെ ന്യൂനത മറച്ചു വെക്കാത്ത കാലമാണ്. ഒരാൾ ഏതൊക്കെ രൂപത്തിൽ അവനെ വഷളാക്കാൻ പറ്റുമോ, അവനെ മോശമാക്കാനുള്ള ചാൻസ് കിട്ടുമോ, ആ സമയം നോക്കി സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരെ മോശമാക്കാനും അവരെ വഷളാക്കാനും വേണ്ടിയിട്ട് കമന്റുകൾ എഴുതുന്നവരും വീഡിയോ അയക്കുന്നവരുമാണല്ലോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങളൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാല്, ഒരു സുഹൃത്തിന്റെ ന്യൂനത നിങ്ങൾ മറച്ചു വെച്ചാല്, നിങ്ങളത് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളത് വെളിപ്പെടുത്താതെ, നിങ്ങളത് ഒരാളോടും പറയാതെ, ഒരു ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാതെ, ഒരാളോടും പറയാതെ നിങ്ങളത് മനസ്സിന്റെ അകത്ത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഒരു മറയുമില്ലാത്ത ലോകമാണ് ആഖിറമല്ലോ, ഒരു ഉടുതുണി പോലും ഇല്ലാത്ത ലോകമാണ് ആഖിറോ. അവിടെ ഒരാൾക്കും ഒന്നും മറച്ചു വെക്കാൻ കഴിയൂല. കാരണം എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും, നാം ചെയ്ത് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലോ പറയാൻ നമുക്ക് കഴിയൂലല്ലോ. അവിടെ സംസാരിക്കുന്ന നമ്മളെ നാവല്ലല്ലോ, അവിടെ കയർത്ത് പറയുന്നത് നമ്മുടെ നാവല്ലല്ലോ, അവിടെ സംസാരിക്കുന്ന നമ്മുടെ കൈകളാണ്. നമ്മുടെ കൈകൾ സംസാരിക്കുമ്പോൾ, കാലുകൾ അതിന് സാക്ഷി പറയുമ്പോൾ, എല്ലാം പബ്ലിക്കിൽ വിളിച്ചു പറയുന്ന കാലമാണ്, സമയമാണ് ഖിയാമത്ത് നാൾ, ആഖിറോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഈ ദുനിയാവിൽ നിങ്ങൾ ആരുടെയെങ്കിലും ന്യൂനത മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ ന്യൂനത, നിന്നിൽ വന്നിട്ടുള്ള അപാകതകൾ അല്ലാഹു ആഖിറത്തിൽ മറച്ചു വെക്കുന്നതാ. നിന്റെ കയ്യത് വിളിച്ചു പറയൂല, നിന്റെ കാലതിന് സാക്ഷി നിൽക്കൂല. എന്തേ കാരണം? നീ ഇവിടെ ഒരാളുടെ ന്യൂനതയും നീ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ ന്യൂനത നീ മറച്ചു വെച്ചവനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ നേടിയെടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണത്.
മറ്റുള്ളവരുടെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കുക, അത് നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇന്ന് നിമിഷങ്ങളെ കൊണ്ട് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്താണ് നമ്മളുള്ളത് അല്ലേ? ഈ അടുത്തൊരു സോഷ്യൽ മീഡിയകളിൽ ഒരു ഉസ്താദിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഗാനം, ഒരു പാട്ട് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൊണ്ട് പറയുന്നില്ല അല്ലേ. അതിൽ തെറ്റുണ്ടോ ഇല്ലേ വേറെ വിഷയം, അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതിനെക്കുറിച്ച് കൊണ്ട് എത്ര ആളുകളാണ് സംസാരിച്ചത്, ട്രോളുകൾ എത്രയാണ് ഇറങ്ങിയത്. വലിയവരും മുതിർന്നവരും വിവരമുള്ളവരും ഇല്ലാത്തവരും കുട്ടികളും പ്രായമുള്ളവരും ആണും പെണ്ണും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ആളുകളും അതിനെ ട്രോളുകയാണ്. ഒരബദ്ധം സംഭവിച്ചു പോയാൽ അതിനെ ഈ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടണമെന്ന് ഇസ്ലാം ഒരാളോടും പറഞ്ഞിട്ടില്ല. അത് ചെയ്യൽ വലിയ തെറ്റാണ്, വലിയ ഗൗരവമാണ്. ഒരാളെ നാം ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇവിടെ വേദനിപ്പിച്ച് അതുപോലുള്ള വിഷയം കൊണ്ട് നമ്മൾ വഷളാവാതെ ഇവിടുന്ന് നമ്മൾ പോവുകയില്ല സഹോദരങ്ങളെ. ആ പാഠം നമ്മൾ മനസ്സിലാക്കണം. കുറവുകൾ ഇല്ലാത്തവരാരാണ് ഇവിടെ? ന്യൂനതകൾ ഇല്ലാത്തവരാരാണ് ഇവിടെ? എല്ലാവർക്കും ന്യൂനതകളും കുറവുകളും ഉണ്ട്. ഇല്ലാത്ത ഒരാളുമില്ലല്ലോ സഹോദരങ്ങളെ. എനിക്ക് പറയാൻ കഴിയൂല ഞാൻ പൂർണ്ണമായ ഒരാളാണ്, ഒരു കുറവും ന്യൂനത എന്നിലില്ല എന്ന് എനിക്കൊരു വാദമല്ല. എൻ്റെയൊക്കെ ന്യൂനതകളെ ഉള്ളൂ, അപാകതകളെ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ് അല്ലെ. ഒരു ചെറുവിരല് ഇല്ലാത്ത ഒരാളാണ്, പിന്നെ കൈമുട്ടില്ലാത്ത ഒരാളാണ്, ചെറുവിരൽ ഇല്ലാത്ത ഒരാളെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലെ. നമ്മൾ തന്നെ ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ്. നീ നിന്റെ ന്യൂനതകൾ നീ പരിശോധിക്കണം. മറ്റുള്ളവരുടെ ന്യൂനതകൾ നീ പരിശോധിക്കുന്നതിന് മുമ്പ് നിന്റെ ന്യൂനതകൾ നീ പരിശോധിക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ റജബ് മാസത്തിനോട് അല്ലാഹ് ചോദിച്ചപ്പോൾ റജബ് മാസം പറയുന്നു, അല്ലാഹുവേ എൻ്റെ അടിമകളോട് നിന്റെ അടിമകളോട് ന്യൂനതകളൊക്കെ മറച്ചു വെക്കണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ന്യൂനതകളൊക്കെ ഞാൻ മറച്ചു വെക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് എനിക്ക് പേര് വെച്ചിട്ടുണ്ട്, എനിക്കൊരു നാമം തന്നിട്ടുണ്ട്. എന്താണ് ഈ മുത്തുനബി തങ്ങൾ എനിക്ക് തന്ന പേരെന്താണ്? അസമ്മ് എന്നുള്ളൊരു പേര് എനിക്കല്ല തന്നുള്ളാന്റെ റസൂല് തന്നിട്ടുണ്ട്. ഒന്നും മിണ്ടാത്തവൻ, മറച്ചു വെക്കുന്നവൻ, ന്യൂനതകൾ വെളിപ്പെടുത്താത്തവൻ, അങ്ങനെ സംസാരിക്കാത്തവൻ എന്നുള്ളൊരു പേര് എനിക്ക് അള്ളാഹുവേ നിന്റെ ഹബീബ് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അനസമിഅ്തു ത്വാഅതുഹും, ഞാൻ കേട്ടതും ഞാൻ കണ്ടതുമൊക്കെ നിന്റെ അടിമകൾ ചെയ്യുന്ന നന്മകളാണ്, അവർ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. വലം അസ്മഉ മഅസിയതുഹു, അവർ ചെയ്ത തിന്മകള്, തെറ്റുകള്, അരിതായ്മകള്, ദോഷങ്ങള് അത് ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹുവേ അവർ ന്യൂനത ഉള്ളതോടുകൂടെ അവർ ചെയ്ത നന്മകളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ ന്യൂനത ഞാൻ കേട്ടിട്ടില്ല, അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹു തആല അല്ലാഹുവിനോട് റജബ് മാസം പറയുമെന്ന് ഹബീബായ തങ്ങളങ്ങ് പഠിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഖബിൽതും മഅയൂബിഹിം ബിഹുർമതിക, നിന്റെ മഹത്വം കൊണ്ട് റജബേ, നിന്റെ ബഹുമാനം കൊണ്ട് അവരിൽ ന്യൂനത ഉണ്ടായിരിക്കെ ഞാൻ അവരിൽ നിന്ന് അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ഈ മാസത്തിനോട് പറയുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ മാസത്തിന് അത്രയും പവിത്രതയുണ്ട് സഹോദരങ്ങളെ. ഈ മാസത്തിന് അത്രയും മഹത്വങ്ങളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളിലേക്കാണ് ഈ മാസം നോക്കുന്നത്. ഈ മാസം പരിഗണിക്കേണ്ടത് നമ്മുടെ ജീവിതം അങ്ങനെയായി മാറണം. മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ കാണണം, അവരുടെ പോരായ്മകൾ നമ്മൾ മറച്ചു വെക്കണം.
നന്മകൾ പറയുന്നവരായി മാറണം, നമ്മൾ അത് കാണുന്നവരായി മാറണം. അപ്പൊ നമ്മുടെ പോരായ്മകൾ അല്ലാഹു തആല മറച്ചു വെക്കുന്നതാ. ഇന്ന് അങ്ങനെയല്ല, എന്നൊക്കെ നേരെ തിരിച്ചാണുള്ളത്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അപ്പൊ ഈ റജബ് മാസത്തിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മാസത്തിൽ എന്തും ചെയ്യാലോ, കാരണം ഈ മാസം ഒന്നും അള്ളാഹുവിനോട് പറയില്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും തെറ്റുകളും കുറ്റങ്ങളും അങ്ങോട്ട് ചെയ്താലോ? അള്ളാഹു ഒക്കെ അറിയും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ മാസം അള്ളാഹുവിനോട് ഷെയർ ചെയ്താലും പറഞ്ഞില്ലെങ്കിലും ഈ മാസം എന്ന് മറുപടി പറഞ്ഞാൽ അള്ളാഹുവിനെല്ലാം അറിയാലോ സഹോദരൻ, എല്ലാം അള്ളാഹുവിന് അറിയും. ആ ഒരു ബോധമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. ഈ മാസത്തിന്റെ പവിത്രതയാണ്, മഹത്വമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്കതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ മാസത്തിൽ നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സ്വതഖ കൊടുക്കൽ, ധർമ്മം കൊടുക്കൽ, നല്ല കാര്യങ്ങൾ ചെയ്യൽ, ഏതൊരു കാര്യം ഞാനും നിങ്ങളും ഈ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ മഹത്വമുണ്ട്. റജബുൻ ശഹ്റുൻ അളീമുൻ യുളാഅഫു അല്ലാഹു ഫീഹിൽ ഹസനാത്ത്. ഈ മാസത്തിൽ നന്മകൾക്ക് ധാരാളം പ്രതിഫലം അല്ലാഹു നൽകുന്ന മാസമാണ്. മൻ സോമ യൗമൻ മിൻ റജബിൻ ഫകഅന്നമാ സോമ സന. ഹബീബായ തങ്ങൾ പറയാണ്, ഈ റജബിൽ ഒരാൾ ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു വർഷം നോമ്പെടുത്തതിനെ പോലെയാണ്, ഒരു വർഷം നോമ്പെടുത്തത് പോലെയാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, ഇന്ന ഫിൽ ജന്നത്തി നഹറൻ, സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട് കൂട്ടുകാരെ. സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട്, ഒരു വെള്ളമൊഴുകുന്ന സ്ഥലമുണ്ട്. ആ നദിയുടെ പേര് നിങ്ങൾക്കറിയുമോ? പല നദികളുടെ പേരും നമുക്ക് അറിയാമല്ലോ. എന്നാൽ സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരെന്താണെന്നോ? യുഖാലു ലഹു റജബ്. റജബ് എന്നാണ് എത്രയാ നദിയുടെ പേര്. സ്വർഗ്ഗത്തിലുള്ള നദിയുടെ പേര് റജബ് എന്നാ. അല്ലാഹു തആല കൊടുത്ത പേര് റജബ് എന്നാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, അശദ്ദ ബയാദൻ മിനൽ ലബൻ, പാലിനേക്കാൾ വെളുപ്പുള്ളതാണ് അതിലുള്ള വെള്ളം. വഅലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ് അതിലുള്ള വെള്ളം. മൻ സ്വാമ യൗമൻ മിൻ റജബിൻ, ഒരാൾ ഈ റജബിൽ ഒരു നോമ്പെടുത്ത് കഴിഞ്ഞാൽ, ഈ റജബിൽ ഒരാൾ ഒരു നോമ്പെടുത്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല നദിയിൽ നിന്നുള്ള വെള്ളം ആ മനുഷ്യന് കുടിപ്പിക്കുന്നതാണ്. ആ മനുഷ്യൻ അല്ലാഹു അത് കൊടുക്കുന്നതാണ്. ഇന്ന ഫിൽ ജന്നത്തി ഖസ്റൻ ലാ യദ്ഖുലുഹു ഇല്ലാ സവാമ റജബ്. അതേ, സ്വർഗ്ഗത്തിൽ ഒരു കെട്ടിടമുണ്ട്, സ്വർഗ്ഗത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ലാ യദ്ഖുലുഹു, ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയില്ല, ആ കൊട്ടാരത്തിലേക്ക് അലോട്ട് കിട്ടുകയില്ല. ഇല്ലാ സവാമ റജബ്, റജബ് മാസത്തിൽ ഒരുപാട് നോമ്പെടുത്ത ആളുകൾക്കല്ലാതെ ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള പാസല്ല കൊടുക്കൂല. അപ്പൊ ഈ മാസം അല്ലാഹുവിന്റെ മാസമാണ്. സ്വർഗത്തിൽ ഈ മാസത്തിന്റെ പേരിലുള്ള നദിയുണ്ട്, സ്വർഗത്തിൽ ഈ മാസത്തിന്റെ പേരുള്ള കെട്ടിടമുണ്ട്. ഇതെല്ലാം ഈ മാസത്തിന്റെ പവിത്രതയാണ്, മഹത്വമാണ് എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ആര് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാല് അവർക്ക് അല്ലാഹു തആല വലിയ നന്മകൾ കൊടുക്കുന്നതാണ്. നോക്കി നിങ്ങൾ, ഒരു സഹോദരി റജബ് മാസം കടന്നു വന്നാൽ വല്ലാത്ത ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു സഹോദരി. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. കാനത്ത് ആബിദത്തൻ. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിൽ ഇബാദത്ത് എടുത്തുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഫൈദാ ജാഅ റജബുൻ, റജബ് മാസം കടന്നു വന്നാൽ, റജബ് മാസം കടന്നു വന്നാൽ ആ സഹോദരി ചെയ്യുന്നത്, തുഖറഉ കുല്ല യൗമിൻ ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ അശറ മറ. റജബ് മാസം കടന്നു വന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇബാദത്തുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരി, റജബ് മാസം കടന്നു വന്നാൽ ഈ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു 11 സൂറത്തുൽ ഇഖ്ലാസ് ആ സഹോദരി ഓതാറുണ്ട് എന്നാണ്. 11 സൂറത്തുൽ ഇഖ്ലാസ് ഓതും ഓരോ ദിവസവും. തഅലീമൻ ലഹു, ഈ മാസത്തിനൊന്ന് പരിഗണിച്ചു, ബഹുമാനിച്ചു എന്നതിൻ്റെ പേരിൽ. അല്ലേ, നമ്മളൊരു മാസത്തിനെ അല്ലെ അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പറയുന്നതിൻ്റെ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിൽ അതിനൊരു ആദരവും ബഹുമാനം കൊടുക്കുക. മറ്റൊന്ന് ചെയ്യുന്ന ഇബാദത്തിലേറെ കൂടുതൽ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യാം. ഒരു പേജ് ഖുർആനാണ് ഒരാൾ ഓതുള്ളതെങ്കിൽ ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു 2 പേജെങ്കിലും ഓതുക.
2 റക്അത്ത് സുന്നത്ത് മാത്രമേ ആൾ നിസ്കരിക്കുള്ളെങ്കിൽ ഒരു 2 റക്അത്തെങ്കിലും കൂട്ടാം. ഇങ്ങനെ ചെയ്യുന്ന അമലുകളിൽ ചെറുതായിട്ടെങ്കിലും വർധനവ് വരുത്തുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെയാണല്ലോ ആദരവിന്റെ ഒരു ഭാഗം അതാണ്, ഒരു വശം അതാണ്. അപ്പൊ ഈ സഹോദരി ബൈത്തുൽ മുഖദ്ദസിൽ ഇബാദത്തുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ ഉമ്മ റജബ് മാസം കടന്നു വന്നു കഴിഞ്ഞാൽ ഈ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു 11 സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് വലിയ മഹത്വമുള്ള അധ്യായമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലുള്ള 114 അധ്യായങ്ങളിൽ നിന്ന് ചെറിയ അധ്യായങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതേ സമയത്ത് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ വലിയ മഹത്വമുള്ള സൂറത്താണല്ലോ. 3 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായും ഖത്മ ചെയ്തവനെ പോലെയാണ്. ആ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഹബീബായ തങ്ങൾ പറയുന്നു ആ സൂറത്തിന് വലിയ മഹത്വമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്കതുമായി കൊണ്ട് സംസാരിക്കാം. ഹബീബായ തങ്ങൾ പറയുന്നു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ 10 മറാത്ത്, ഒരു 10 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, എത്ര ഒരു 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആ മനുഷ്യന് അല്ലാഹു ഒരു വീട് കൊടുക്കുന്നതാണ്. സ്വർഗ്ഗത്തിൽ ആ മനുഷ്യൻ അല്ലാഹു ഒരു ഭവനം, ഒരു കൊട്ടാരം അവന് കൊടുക്കുന്നതാണ്. 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ സഹോദരി ഉമ്മദാ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു 11 സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. അത് ആ ഉമ്മയുടെ പതിവായിരുന്നു. മാത്രമല്ല റജബ് മാസം കടന്നു വന്നാൽ അതാ അതുവരെ ധരിച്ച ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് മറ്റൊരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ വസ്ത്രം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് അതിൽ നിസ്കരിക്കുകയാണ് ആ സഹോദരി ചെയ്യുന്നത്. ഇങ്ങനെ റജബിന് വേണ്ടി ഒന്ന് ഒരുങ്ങുകയാണ്. അങ്ങനെ ആ സഹോദരി നീണ്ട കാലം ഇബാദത്തെടുത്തു. ഫമരിളത് ഫി റജബിൽ, അങ്ങനെ ഒരു റജബ് മാസത്തിൽ ആ സഹോദരി രോഗിയായ സമയത്ത് തന്റെ മകനെ വിളിച്ചുകൊണ്ട് ചില വസിയ്യത്തുകളൊക്കെ ചെയ്യുകയാണ്. തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, രോഗത്തിൽ കടന്നപ്പോ, അസുഖമായി മാറിയപ്പോൾ, മോനെ ഞാൻ ഈ രോഗത്തിൽ ചിലപ്പോൾ മരണപ്പെടുന്നതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ മകനെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ ഉമ്മ മകന് കൊടുത്ത ഉപദേശമാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നീ കഫൻ ചെയ്യുമ്പോ, എന്നെ നീ മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്നെ നീ കഫൻ ചെയ്യുമല്ലോ, അതേ മരിച്ച സമയത്ത് ധരിച്ച വസ്ത്രമൊന്ന് മാറ്റിയിട്ട് കഫം പുടവ എന്ന് പറയുന്ന വസ്ത്രം അത് ഓരോ മനുഷ്യനും നമ്മൾ അണിയിപ്പിക്കുമല്ലോ. പുരുഷന് 3 തുണിയാണല്ലോ ഉള്ളത്, സ്ത്രീകൾക്ക് 2 മുണ്ടും 2 തുണിയും ശരീരം മുഴുവനും മറയുന്ന 2 നീളമുള്ള തുണിയോ, ഒരടിപ്പാവാടയും നിസ്കാരക്കുപ്പായവും മുഖമക്കനയും, ഇങ്ങനെ 5 വസ്ത്രങ്ങളാണ് സ്ത്രീകൾക്ക് ഉള്ളത്. പുരുഷനോ 3 തുണികളാണ് ശരീരം മുഴുവനും മൂടുന്ന ഉള്ളത്. ഈ ഉമ്മ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ നീ കഫൻ ചെയ്യുമ്പോൾ ഞാൻ ഈ ധരിച്ച് ഉപയോഗിച്ച് നിസ്കരിച്ച ഈ വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രത്തിൽ എന്നെ നീ കഫൻ ചെയ്യണേ മോനെ. മറ്റു പുതിയ വസ്ത്രങ്ങളൊന്നും എന്നെ കഫൻ ചെയ്യാൻ നീ ഉപയോഗിക്കരുത്, അത് വാങ്ങരുത്. എന്നെ കഫൻ ചെയ്യേണ്ടത് ഈ വസ്ത്രത്തിലാണ്. ഞാൻ ഈ ധരിച്ച, ഞാൻ ഈ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ വസ്ത്രത്തിൽ എന്നെ കഫൻ ചെയ്തേക്കണേ എന്ന മകനെ വിളിച്ചുകൊണ്ട് ഉപദേശമങ്ങ് കൊടുത്തു. ആ ഉമ്മ ആ രോഗത്തിലങ്ങ് മരണപ്പെട്ടു പോയി. അങ്ങനെ വസിയത്ത് ചെയ്ത് ആ ഉമ്മ മരണപ്പെട്ടു.
അങ്ങനെ മരണപ്പെട്ടു. ആ ഉമ്മയെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് ഈ മകന്റെ മനസ്സിൽ വരികയാണ്, ഞാനിപ്പോൾ ഉമ്മാക്ക് വേണ്ടി ഈ പഴയ വസ്ത്രം ഉപയോഗിച്ചാൽ, കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഴയ ഉമ്മ യൂസ് ചെയ്ത ഈ വസ്ത്രം ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ ജനങ്ങൾ പറയും, ഈ ചെങ്ങായിക്ക് ഉമ്മ മരിച്ചിട്ട് നല്ലൊരു വസ്ത്രം പോലും, ഒരു കഫമ്പട പോലും ഇവൻ വാങ്ങിക്കൊടുക്കുന്നില്ലല്ലോ എന്ന് ജനങ്ങൾ എന്നെ പലതും പറഞ്ഞേക്കും, ചിന്തിച്ചേക്കും എന്ന് കരുതിയിട്ട് ഇയാൾ എന്ത് ചെയ്ത്, വേറെ പുതിയ വസ്ത്രം വാങ്ങിയിട്ട് ആ വസ്ത്രത്തിൽ ഈ ഉമ്മയെ കഫൻ ചെയ്ത് അങ്ങോട്ട് മറവ് ചെയ്ത്. ഈ ഉമ്മ പറഞ്ഞ വസിയത്ത് അദ്ദേഹം നടപ്പിൽ വരുത്തിയില്ല. പുതിയ വസ്ത്രം വാങ്ങിയിട്ട് അതിൽ കഫൻ ചെയ്തു, അതിൽ മറവ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, കഫൻ പുടവ നമ്മൾ ഉപയോഗിച്ച വസ്ത്രമായിരിക്കല് നല്ലതാണ്. പുതിയ വസ്ത്രം വാങ്ങിയിട്ട് യൂസ് ചെയ്യാതെ അതിന്റെ മുമ്പ് ആരും അത് ഉപയോഗിക്കാതെ അങ്ങനെ പുതിയ വസ്ത്രമല്ല കഫൻ ചെയ്യാൻ ഉത്തമം. മഹാന്മാര് പറഞ്ഞു, നമ്മൾ ഉപയോഗിച്ച വസ്ത്രമുണ്ടെങ്കിൽ അതാണ് കഫൻ പുടവക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ ഉമ്മയുടെ വസിയത്ത് നടപ്പിൽ വരുത്താതെ ഈ മകനതാ ഉമ്മയെ കഫൻ ചെയ്യുന്നു, മറവ് ചെയ്തു. ഒരാള് മരിച്ചാൽ വേഗം പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന് വസിയത്താണ് സഹോദരങ്ങളെ. മാതാപിതാക്കൾ ഞാൻ മരിച്ചാൽ ഇന്നത് ചെയ്യണമെടാ, ഇന്നത് ചെയ്യണമെടാ എന്നൊക്കെ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് നടപ്പിൽ വരുത്തണമല്ലോ. ഈ ഉമ്മ പറഞ്ഞ വസിയത്ത് ഈ മകൻ പാലിച്ചില്ല. ഉമ്മയുടെ ആഗ്രഹം പോലെ കഫൻ ചെയ്തില്ല. ഉമ്മ ഇബാദത്തെടുത്ത നിസ്കാരക്കുപ്പായോ ആ വസ്ത്രം ഉപയോഗിച്ച് ഈ ഉമ്മാനെ കഫൻ ചെയ്യാതെ പുതിയ വസ്ത്രം വാങ്ങി അതിലങ്ങ് കഫൻ ചെയ്തു. ആ ഉമ്മയങ്ങ് മറവ് ചെയ്തു. അങ്ങനെ ആ മകൻ ഉറങ്ങിയപ്പോൾ, അതെല്ലാം കഴിഞ്ഞ് രാത്രി ആ മകൻ ഉറങ്ങിയപ്പോൾ അതാ തന്റെ ഉമ്മയെ സ്വപ്നത്തിൽ കാണുകയാണ്. ഓ, സ്വപ്നത്തിൽ കണ്ടപ്പോ ഉമ്മ പറയുന്നു, മോനെ അബുനയ്യ ലിമലം തഖുദ് വസിയതി വഅന അൻക ഗൈറ റാദിയാ. ഉമ്മ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് മകനോട് പറയുന്നു, മോനെ നീ ഞാൻ പറഞ്ഞ വസിയത്ത് നീ പാലിച്ചില്ലടാ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നീ ചെയ്തില്ല? ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ ഉപയോഗിച്ച വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ അത് ഉപയോഗിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ? അതെന്തുകൊണ്ട് നീ ഉപയോഗപ്പെടുത്തിയില്ല? അതുകൊണ്ട് എന്റെ പൊരുത്തം, എന്റെ ഇഷ്ടം നിനക്കില്ല മോനെ എന്ന് ആ ഉമ്മ സ്വപ്നത്തിൽ അങ്ങ് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ മകനതാ ഉമ്മയുടെ സ്വപ്നത്തിൽ ഉമ്മയുടെ വാക്കങ്ങ് കേട്ടപ്പോൾ പേടിച്ചു പോയി. ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഉമ്മാന്റെ പൊരുത്തം എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഉമ്മാന്റെ ഇഷ്ടം എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ ഇഷ്ടം, എന്റെ മാതാവിന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് ലഭിക്കുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി പേടിച്ചു ഉണർന്ന ഈ ചെറുപ്പക്കാരനതാ ഉമ്മാനെ മറവ് ചെയ്ത ഖബറിന്റെ സമീപത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ടതാ ആ ഖബർ അർദ്ധരാത്രി സമയത്ത് മെല്ലെ മെല്ലെ മണ്ണിങ് നീക്കാൻ തുടങ്ങി. മറവ് ചെയ്ത് ഖബറിൽ മറവാടിപ്പോന്ന ഉമ്മാന്റെ ഖബറിന്റെ മുകളിൽ ചെന്നിട്ട് ആ ഖബറിന്റെ മേലെയുള്ള മണ്ണൊക്കെ മെല്ലെ മെല്ലെ മാറ്റുകയാണ്. ഉമ്മാന്റെ പഴയ വസ്ത്രം കൈപിടിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുപോയിട്ട് എൻ്റെ ഉമ്മാന്റെ ശരീരം ഞാൻ ഇതിൽ തന്നെ കഫൻ ചെയ്യട്ടെ, ഇത് തന്നെ ഉമ്മാന്റെ ശരീരത്തിൽ ഞാൻ ധരിപ്പിച്ചു കൊടുക്കട്ടെ എന്ന ചിന്തയോടുകൂടെ, വേദനയോടുകൂടെ, സങ്കടപ്പെട്ടുകൊണ്ട്, വിഷമിച്ചുകൊണ്ട് ഉമ്മാന്റെ ഖബറിന്റെ സമീപം ചെന്ന് ആ ഖബറങ്ങ് മാന്തുന്നു, മണ്ണുകൾ മാറ്റുന്നു, മൂടുകല്ല് മാറ്റുന്നു. എല്ലാ ഓരോ കല്ലുകളും അങ്ങ് എടുത്തു മാറ്റിയ സമയത്ത് സുബ്ഹാനല്ലാഹ്
ആ ഖബറിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെ ഞാൻ മറവ് ചെയ്തു പോകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് ഈ മകനങ്ങ് നോക്കിയപ്പോൾ എൻ്റെ ഉമ്മാന്റെ ശരീരത്തിൽ ഉമ്മ പറഞ്ഞ വസിയത്ത് നടപ്പിലാക്കാൻ വേണ്ടി, ഉമ്മ ഉപയോഗിച്ച വസ്ത്രം അണിയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അത് കാരണം എൻ്റെ ഉമ്മാന്റെ പൊരുത്തം എനിക്ക് വാങ്ങണമെന്ന ചിന്തയോടുകൂടെ ഖബറിന്റെ അകത്തേക്ക് കടന്നു വന്ന് ഖബർ മാന്തി ഉള്ളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പൊന്നുമ്മാനെ ഖബറിന്റെ അകത്ത് കാണുന്നില്ല. ഖബർ എൻ്റെ ഉമ്മാന്റെ ശരീരം ആ മകന് കണ്ടില്ല. ഇതങ്ങ് അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി. എവിടെ പോയി എൻ്റെ ഉമ്മ? എൻ്റെ ഉമ്മാന്റെ ശരീരം ഈ ഖബറിൽ എവിടെ പോയി? അത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞങ്ങ് പോയി. ആ സമയത്താണ് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, യാ ബുനയ്യ, ഓ മോനെ, അമാ അലിംത അന്നമൻ അള്ളമ ശഹ്റനാ റജബ്, നീ അറിഞ്ഞില്ലടാ, നിനക്ക് വിവരമില്ലടോ, ആരെങ്കിലും റജബ് മാസത്തിനെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും റജബ് മാസത്തിനെ ആദരിച്ചാൽ, ലം യതുർക്ക് ഫിൽ ഖബരി ഫരീദൻ വഹീദാ, ഇല്ല, അവനെ ഖബറിൽ അല്ലാഹു ഒറ്റക്ക് താമസിപ്പിക്കൂല, അവന് ഖബറിൽ ഒറ്റക്ക് കഴിയേണ്ടി വരൂല, അവനെ അല്ലാഹു അവിടുന്ന് മാറ്റുന്നതാണ്. അതേ, സന്തോഷമുള്ള ആളുകളുള്ള, കൂട്ടുകാരുള്ള, സുഹൃത്തുക്കളുള്ള, പേടിക്ക് തുണക്കാരുള്ള സ്ഥലത്തേക്ക് ആ മനുഷ്യനല്ല കൊണ്ടുപോകുന്നതാ. അതുകൊണ്ട് നിന്റെ ഉമ്മ റജബിനെ ബഹുമാനിച്ച ഉമ്മയാ, അതുകൊണ്ട് ഈ ഉമ്മയെ ഈ ഖബറിൽ ഒറ്റക്ക് ഞാൻ താമസിപ്പിക്കുകയില്ല എന്ന വിവരം അങ്ങ് ഖബറിൽ നിന്ന് ശരീരം കേൾക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു, കരഞ്ഞ് കലങ്ങി മടങ്ങിപ്പോന്നു. അതുകൊണ്ട് ഈ റജബിനെ ആ ഉമ്മ ബഹുമാനിച്ചത് കൊണ്ട് ആ സഹോദരിക്ക് കിട്ടിയ വലിയ നേട്ടമാണത്. ഇങ്ങനെ മഹാന്മാര്, മഹതിമാർക്ക്, സ്വാലിഹീങ്ങളായ ആളുകൾ ഈ മാസത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരും അതിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ മാസത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ചെയ്തുപോയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പൊറുപ്പിക്കാനും നല്ലവരായി മാറാനും, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഇഷ്ടപ്പെടാനും നീ ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മാസത്തിൽ എല്ലാ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ പറഞ്ഞ ഇൽമി നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇത് കേൾക്കുന്നവർ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റജബിന്റെ ബറക്കത്ത് ഇത് കാരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. കൂടുതൽ നല്ല കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഈ മാസത്തിനെ ബഹുമാനിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, പലരും ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹസിലാക്കണം അല്ലാ. ശഅബാനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ പെടാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കളെ അഹ്ലുകാര്, മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഒന്ന് ചൊല്ലി മുഅ്മിനായി ലോകത്തോട് വിട പറയാന്, നിന്റെ സ്വർഗം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിബറകതി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മജ്ലിസുകളിലൊക്കെ ഞാനും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.